എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻസ്പിറേഷണലായ ഒരു പാഠമാണ്. മഹാദേവ് ദേശായി എഴുതിയ ഡ്രീംസ് റിയലൈസ്ഡ്. ആരുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നതെന്നറിയാമോ? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ. ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായതിനെക്കുറിച്ചാണ് ഈ പാഠം. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു മഹാദേവ് ദേശായി. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും അദ്ദേഹം സാക്ഷിയായിരുന്നു. നമുക്ക് പാഠത്തിലേക്ക് കടക്കാമല്ലേ? ഈ പാഠം തുടങ്ങുന്നത് ഗാന്ധിജി ഇംഗ്ലണ്ട് സന്ദർശിച്ച ഒരു സമയത്താണ്. അവിടെ ഗാന്ധിജിക്ക് വേണ്ടി ഒരുപാട് മീറ്റിംഗുകൾ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയായിരുന്നു അതെല്ലാം. അതിനിടയിൽ ഫ്രാൻസിലെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകി. ഇന്ത്യയുടെ ആത്മീയ അംബാസഡർ, അതായത് സ്പിരിച്വൽ അംബാസഡർ എന്ന നിലയ്ക്കാണ് അവർ ഗാന്ധിജിയെ സ്വാഗതം ചെയ്തത്. എന്തൊരു വലിയ സ്ഥാനമാണ് അവർ ഗാന്ധിജിക്ക് നൽകിയത്, അല്ലേ? ചൂഷണത്തിൽ അന്ധമായ പാശ്ചാത്യ ലോകത്തേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ഒരാളായാണ് അവർ ഗാന്ധിജിയെ കണ്ടത്. യുദ്ധം കൊണ്ട് തളർന്ന യൂറോപ്പിന് ഒരാശ്വാസമായാണ് അവർ അദ്ദേഹത്തെ കണക്കാക്കിയത്. ഗാന്ധിജി അവർക്ക് മറുപടി നൽകിയത് എങ്ങനെയാണെന്നോ? സുഹൃത്തുക്കളെ, സഹപാഠികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. കാരണം 1890-ൽ ഗാന്ധിജി ഒരു വിദ്യാർത്ഥിയായി പാരീസിനെ എക്സിബിഷൻ കാണാൻ ഫ്രാൻസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ നാടിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും റൂസോ, വിക്ടർ ഹ്യൂഗോ തുടങ്ങിയ മഹാന്മാരുടെ പഠിപ്പിക്കലുകളെക്കുറിച്ചും തനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ തന്റെ വളരെ പ്രയാസമേറിയ ദൗത്യം ആരംഭിക്കാൻ പോകുന്ന ഈ സമയത്ത് നിങ്ങളിൽ നിന്നുള്ള ഈ സ്വാഗതം എനിക്ക് വലിയ ധൈര്യം നൽകുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ ചെറുപ്പക്കാർക്ക് ഗാന്ധിജി അഹിംസയുടെ സന്ദേശം വിശദീകരിച്ചു കൊടുത്തു. അഹിംസ എന്നത് ദുർബലരുടെ ആയുധമല്ല, മറിച്ച് ഏറ്റവും ശക്തരുടെ ആയുധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശക്തിയെന്ന് പറയുന്നത് വെറും ശാരീരിക ശക്തിയല്ല. ഒരു അഹിംസാവാദിക്ക് ശാരീരിക ശക്തി അത്ര ആവശ്യമില്ല. പക്ഷെ ശക്തമായ ഒരു ഹൃദയം നിർബന്ധമാണ്. ശത്രുവിനോട് യുദ്ധം ചെയ്തു കൊല്ലുന്നതും മരിക്കുന്നതും ധീരതയുടെ പ്രവർത്തികളാണ്. പക്ഷേ നിങ്ങളുടെ എതിരാളികളുടെ അടികൾ സഹിക്കുകയും തിരിച്ചടിക്കാതിരിക്കുകയും ചെയ്യുന്നത് അതിലും വലിയ ധീരതയാണ്. അതാണ് ഇന്ത്യ സ്വയം പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്തൊരു ശക്തമായ വാക്കുകളാണല്ലേ! അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസംഗത്തിൽ വിദ്യാഭ്യാസവും അഹിംസയും തമ്മിലുള്ള ബന്ധം അദ്ദേഹം വ്യക്തമാക്കി. എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം? ഗാന്ധിജി പറയുന്നു, നമ്മുടെ തലച്ചോറിൽ കുറിയ വസ്തുതകളും കണക്കുകളും നിറയ്ക്കുന്നതല്ല യഥാർത്ഥ വിദ്യാഭ്യാസം. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു പരീക്ഷ പാസ്സാകുന്നതുമല്ല. പിന്നെന്താണ്? നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതാണ്. ഡെവലപ്പിംഗ് ക്യാരക്ടർ ആണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അഹിംസയുടെ സാധ്യതകൾ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ സ്വഭാവഗുണമില്ലാതെ അത് പഠിക്കുന്നത് ഒരു പ്രയോജനവുമില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നമ്മൾ നടത്തുന്നതുപോലുള്ള ഒരു പ്രസ്ഥാനത്തിന് ലോകം മുഴുവന്റെയും ബൗദ്ധികമായ സഹതാപം ആവശ്യമാണ്. ബ്രിട്ടന്റെയും യൂറോപ്പിന്റെ എല്ലാ ഭാഗത്തു നിന്നും ദിവസവും ഒരുപാട് കത്തുകൾ ഗാന്ധിജിക്ക് വരുമായിരുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തും അദ്ദേഹത്തിന്റെ ദൗത്യത്തോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുമായിരുന്നു ആ കത്തുകൾ. വർഷങ്ങൾക്കു മുൻപ് അദ്ദേഹം ഒരു യുവ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ അറിയാമായിരുന്ന പഴയ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാൻ വന്നു. സിവിൽ സർവീസുകാർ ഉൾപ്പെടെ എല്ലാ ഇംഗ്ലീഷ് സുഹൃത്തുക്കളും ആ സൗഹൃദം പുതുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഗാന്ധിജിയെക്കുറിച്ച് കേട്ടിട്ടുള്ള പ്രശസ്തരായ ആളുകൾ പോലും അദ്ദേഹത്തെ നേരിൽ കാണാൻ ആഗ്രഹിച്ചു. ഒരുപക്ഷേ ചാർലി ചാപ്ലിൻ എന്നൊരാൾക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് ആ വിശിഷ്ട വ്യക്തിയെന്ന് ഗാന്ധിജി നിഷ്കളങ്കമായി ചോദിച്ചത് പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചാർലി ചാപ്ലിനെ അറിയില്ലായിരുന്നോ ഗാന്ധിജിജി? എന്നാൽ മിസ്റ്റർ ചാപ്ലിൻ സാധാരണ ജനങ്ങളിൽ നിന്ന് വന്നയാളാണെന്നും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതാണെന്നും ലക്ഷക്കണക്കിന് ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തെ കാണാൻ സമ്മതിച്ചു. ചാപ്ലിൻ ഗാന്ധിജിയുടെ ചർക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം അതായിരുന്നു, എന്തിനാണ് താങ്കൾ യന്ത്രങ്ങളെ എതിർക്കുന്നത്? ഈ ചോദ്യം ഗാന്ധിജിയെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം വിശദമായി ചാപ്ലിന് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഇന്ത്യയിലെ കർഷക ജനതയ്ക്ക് വർഷത്തിൽ 6 മാസത്തോളം തൊഴിലില്ലാതിരിക്കുന്നത് അവരെ പുനരുദ്ധരിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഓരോ രാജ്യവും സ്വയം പര്യാപ്തമായിരിക്കണം. നമ്മൾ മുൻപ് സ്വയം പര്യാപ്തരായിരുന്നു. വീണ്ടും അങ്ങനെയാകാൻ ആഗ്രഹിക്കുന്നു എന്നും ഗാന്ധിജി പറഞ്ഞു. വിവിധ വനിതാ സംഘടനകളിൽ നിന്ന് ഗാന്ധിജിയുടെ പ്രസംഗത്തിനായി അഭ്യർത്ഥനകളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മോർലി കോളേജ് ഹാളിൽ വെച്ച് വിമൻസ് ഇന്ത്യ കൗൺസിലിനെ അഭിസംബോധന ചെയ്തു. ആ മീറ്റിംഗിൽ ഇന്ത്യയിലെ സ്ത്രീകളെക്കുറിച്ചുള്ള പല തെറ്റായ ധാരണകളും തിരുത്താനുള്ള അവസരം ഗാന്ധിജി ഉപയോഗിച്ചു.
സ്വാതന്ത്ര്യസമരത്തിൽ അവർ വഹിച്ച ധീരമായ പങ്കിന്റെ വ്യക്തമായ ഒരു ചിത്രം അദ്ദേഹം അവതരിപ്പിച്ചു. പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ അവർക്കൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. വർഷങ്ങളോളം ഞങ്ങളുടെ സംഘടനകൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും അതിന്റെ ചുമതലയുള്ളവരെ ജയിലിലടയ്ക്കുകയും ചെയ്തപ്പോൾ മുൻപന്തിയിലേക്ക് വന്നതും ജയിലുകൾ നിറച്ചതും സ്ത്രീകളായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അവർ എങ്ങനെ ഒറ്റക്കെട്ടായി തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തുവന്നുവെന്നും അത്ഭുതകരമായൊരു ഉണർവ് കാണിച്ചുവെന്നും അദ്ദേഹം വിവരിച്ചു. അവർ ഘോഷയാത്രകളിൽ പങ്കെടുത്തു, നിയമത്തെ ധിക്കരിച്ചു, ഒരു വിരൽ പോലും അനക്കാതെ ലാത്തിയടി ഏറ്റുവാങ്ങി. സരോജിനി നായിഡുവിനെ പോലുള്ള വിദ്യാസമ്പന്നരായ സ്ത്രീകൾ മാത്രമല്ല, തലയ്ക്ക് ലാത്തിയടിയേറ്റ ചോരയൊലിച്ചു നിൽക്കുമ്പോഴും കൂടെയുള്ളവരോട് അനങ്ങരുതെന്ന് ആജ്ഞാപിച്ച് അചഞ്ചലരായി നിന്ന നൂറുകണക്കിന് നിരക്ഷരരായ സ്ത്രീകളും ഉണ്ടായിരുന്നു. എന്തൊരു ധൈര്യമാണല്ലേ അത്! ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗാന്ധിജി തന്റെ കാഴ്ചപ്പാട് പല മീറ്റിംഗുകളിലും വ്യക്തമാക്കി. ഞാനിവിടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കാൻ വന്നതല്ല, കഴിഞ്ഞ വർഷത്തെ സഹനത്തിന്റെ ഫലമായാണ് ഞാൻ വന്നത്. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം സമ്മാനമായി നൽകുന്ന ഒന്നില്ല. ഒരു ബ്രിട്ടീഷുകാരനും ഇന്ത്യയിലൊരു ഭരണാധികാരിയായി തുടരാൻ ആഗ്രഹിക്കാത്ത കാലം വരെ ഞങ്ങൾ ഈ ആത്മത്യാഗത്തിന്റെ പ്രക്രിയ തുടരുമെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ഫെഡറൽ സ്ട്രക്ചർ കമ്മിറ്റിയിൽ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള തന്റെ സ്വപ്നത്തെക്കുറിച്ച് ഗാന്ധിജി സംസാരിച്ചു. എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഭൂമിയിലെ മറ്റേതെങ്കിലും വംശത്തെയോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ചൂഷണം ചെയ്യാൻ വേണ്ടിയല്ല എനിക്ക് ആ സ്വാതന്ത്ര്യം വേണ്ടത്. ഇങ്ങനെ ഗാന്ധിജി മറ്റെല്ലാ സ്വാതന്ത്ര്യസമര സേനാനികളോടൊപ്പം ഇന്ത്യയ്ക്ക് അതിന്റെ ന്യായമായ സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷ് ഭരണാധികാരികളെ പ്രേരിപ്പിച്ചു. അത് ഇന്ത്യയുടെ ജന്മാവകാശമായിരുന്നു. അചഞ്ചലമായ അഹിംസയുടെയും നിസ്സഹകരണത്തിന്റെയും അദ്ദേഹത്തിന്റെ സവിശേഷമായ രീതിയിലൂടെയാണ് സ്വാതന്ത്ര്യമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. അപ്പോൾ ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമായതെന്നിപ്പോൾ മനസ്സിലായില്ലേ? കഠിനാധ്വാനത്തിലൂടെയും ത്യാഗത്തിലൂടെയും അഹിംസ എന്ന വലിയ ആയുധത്തിലൂടെയുമാണ് അത് സാധ്യമായത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണം എന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8060666363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.